ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ഒരു തകർപ്പൻ വിശേഷത്തിലേക്ക് തന്നെ സ്വാഗതം. അങ്ങനെ ഗീതു കയറി വരുമ്പോൾ അജാസ് പെങ്ങളെ എന്ന് വിളിക്കുകയാണ്. അത് കണ്ടതും ഗീതു തിരിഞ്ഞു നോക്കി. രാധികയും വരുണും ഞെട്ടലോട് കൂടെ നോക്കി. പെങ്ങളെ, ദേ ഇതിനകത്ത് വെച്ച് മറന്നുപോയി. സോറി ഇക്ക, ഞാൻ മറന്നുപോയി. അതുകൊണ്ടാണ് പറഞ്ഞത്. അതേ, ചിന്ത എവിടെയൊന്നും അല്ല, വേറെ എവിടെയൊക്കെയോ ആണ് കേട്ടോ. ഞാൻ നോക്കിക്കോളാം അജാസിക്ക. അല്ല, ഇന്ന് പെങ്ങൾക്ക് എവിടെയെങ്കിലും പോകാനുണ്ടോ? എന്താ ഇക്ക? അല്ല, ഞാൻ ചോദിച്ചാണ്. എനിക്ക് പെങ്ങൾക്ക് എവിടെയും പോകാനില്ലായിരുന്നെങ്കിൽ എനിക്ക് കുറച്ച് വർക്കുണ്ടായിരുന്നേ, അതൊക്കെ അങ്ങ് ചെയ്ത് തീർക്കാമല്ലോ എന്ന് കരുതിയിട്ടാ. അതിനെന്താ, ഇക്ക പോയിക്കോ. പിന്നെ എനിക്ക് എവിടെയെങ്കിലും പോകാനുണ്ടെങ്കിൽ ഞാൻ ഒറ്റയ്ക്ക് മാനേജ് ചെയ്തോളാം. ഏയ് അത് വേണ്ട, ഒരു കോള് വിളിച്ചാൽ മതി. പെങ്ങൾ വിളിച്ച് 5 മിനിറ്റിനുള്ളിൽ ഞാനിവിടെ എത്തും. ശരി ഇക്ക എന്നും പറഞ്ഞുകൊണ്ട് ഗീതു അകത്തേക്കും അജാസ് പുറത്തേക്കും പോവുക. ഇത് കണ്ടതും രാധികയും വരുണും ഞെട്ടലോടുകൂടെ തന്നെ നിൽക്കുക. ഇക്കായും പെങ്ങളോ, ഇവരെന്തൊക്കെയായി വിളിക്കുന്നേ? അമ്മ കൊണ്ടുവന്നതല്ലേ? അമ്മ വിളിച്ചു വരുത്തിയ ആളാണ് പോകുന്നത്. വരുൺ, മതി, നിർത്ത്, ഇനി കൂടുതൽ നീ ഒന്നും സംസാരിക്കണ്ട എന്നും പറഞ്ഞുകൊണ്ട് രാധിക ദേഷ്യപ്പെട്ട് താഴേക്ക് ഇറങ്ങി ചെല്ലുക. ഈ സമയം ഗീതു അകത്ത് കയറി. അകത്തുന്നതും എങ്ങനെയുണ്ടായിരുന്നു ഭക്ഷണമൊക്കെ? രഞ്ജു എല്ലാം കഴിച്ചോ എന്നും കാഞ്ചന ചോദിക്കണം. ഒരിത്തിരി പോലും ബാക്കി വെക്കാതെ അവൾ മൊത്തം കഴിച്ചു. അതാണ് ഈ കാഞ്ചനയുടെ കൈപുണ്യം എന്നും കാഞ്ചന. അത് കേട്ടതും അയ്യോടാ, എന്തൊരു നുണയായി പറയുന്നേ. നുണയാക്കിയതു നോണ. ഇത് പറയുന്നത് കാഞ്ചനെ അവളെ പുകഴ്ത്തി പറയുന്നതാ. പാചകത്തിലല്ല, വാചകത്തിലാണ് ഇവളുടെ നാക്ക് കൂടുതൽ. അതുകൊണ്ട് ദേ ഈ പാചകം മുഴുവനും ചെയ്തതേ ഞാൻ ഒറ്റൊരാൾ. അത് കേട്ടതും അതെനിക്കറിയാലോ രേഖച്ചി. പിന്നെ ഞാനും സഹായിച്ചു. എന്ത് സഹായിച്ചു? അതെ, ഗ്യാസ് ഓണാക്കിയിട്ട് തീ കത്തിച്ചതും ഗ്യാസ് ഓഫ് ചെയ്തതും ഞാനല്ലേ. തീ കത്താതെ ഭക്ഷണം ഉണ്ടാക്കാൻ പറ്റുമോ? ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ, പാചകത്തിലല്ല വാചകടിയിലാണ് ഇവള് ഫസ്റ്റ് എന്ന്. എന്തായാലും ദേ ഒരു കാര്യം ഞാൻ പറയാം, എന്തൊക്കെ സംഭവിച്ചാലും പാചകത്തിൽ രേഖേച്ചി കഴിഞ്ഞിട്ടേ വേറെ ആരും ഉള്ളൂ എന്നൊക്കെ ഗീതുവും പറയാം. അല്ല ഗീതു, എന്താ ഇന്ന് നേരത്തെ പോന്നേ? അല്ല, ഞായറാഴ്ചയല്ലേ ചേച്ചി, പിന്നെ കുറച്ച് കാര്യങ്ങളും ചെയ്യാനുണ്ട്. ഇന്ന് നമ്മുടെ ഗസ്റ്റ് ഹൗസ് ഒന്ന് വൃത്തിയാക്കണം. ഗസ്റ്റ് ഹൗസോ? അതെന്തിനാ? അത് രഞ്ജുവിനെ ഇങ്ങോട്ട് കൊണ്ടുവന്നാൽ ശരിയാവില്ല. അതുകൊണ്ട് രഞ്ജുവിനെ ഗസ്റ്റ് ഹൗസിൽ താമസിപ്പിക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. അത് നല്ല ഐഡിയ. ഇവിടെ എന്തായാലും രഞ്ജു നിൽക്കുന്നത് ശരിയല്ലല്ലോ എന്നൊക്കെ പറയുവാണ്. ശരിയല്ലാഞ്ഞിട്ടൊന്നുമല്ല, രാധിക അമ്മയെ പേടിച്ചിട്ടാ. ഇനിയും അവൾക്കൊരു അപകടം സംഭവിക്കാൻ പാടില്ല. അതുകൊണ്ട് അവളെ ഗസ്റ്റ് ഹൗസിലേക്ക് കൊണ്ടുപോകാമെന്ന് കരുതിയിരിക്കുന്നത്. അതുകൊണ്ട് ദേ ഞാനൊരു കാര്യം പറയാം. രഞ്ജു അവിടെ ഒറ്റയ്ക്കല്ല നിൽക്കാൻ പോകുന്നത്, കാഞ്ചനാക്കയും കൂടെ വേണം. ഞാനോ? ഞാൻ പോകുമൊന്നുമില്ല. ഈ വീട് വിട്ട് ഞാൻ പോകില്ല. അങ്ങനെയൊന്നും പറയണ്ട. കാഞ്ചനാക്ക രഞ്ജുവിന് കൂട്ടായിട്ട് അവിടെ ഉണ്ടാവണം. കാഞ്ചനാക്ക ഭക്ഷണം വയ്ക്കുന്നത് നല്ലതല്ലേ? രഞ്ജു ഒരു തുള്ളി പോലും ബാക്കി വെക്കില്ല. അതുകൊണ്ട് കാഞ്ചനാക്ക പോയാൽ മതി. അത് കേട്ടതും ആര് പറഞ്ഞിട്ടാ കാഞ്ചനയെ അങ്ങോട്ട് നീ പറഞ്ഞു വിടുന്നേ? കാഞ്ചനയെ ഇവിടേക്ക് കൊണ്ടുവന്നത് ഞാനാ. കാഞ്ചന ഇവിടെ നിൽക്കണമെന്ന് തീരുമാനിച്ചത് ഞാനാ. അതുകൊണ്ട് ഇവിടെ നിന്ന് കാഞ്ചനയെ പറഞ്ഞു വിടാൻ ഞാൻ സമ്മതിക്കില്ല. അത് കേട്ടതും അതിന് ആരുടെ സമ്മതം ആർക്ക് വേണം? ഞാൻ ഒരു തീരുമാനം എടുത്താൽ അത് കാഞ്ചനാക്ക അനുസരിച്ചിരിക്കണം. അയ്യടാ, അതിന് നീ ഇനിയൊരു തവണ ജനിക്കണം. ദേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ഈ അറയ്ക്കൽ തറവാട്ടിൽ നിന്നും അധികം വൈകാതെ പോകേണ്ടവളാ നീ. അങ്ങനെയുള്ളപ്പോൾ നിനക്ക് എന്ത് അധികാരമാടി കാഞ്ചനയെ ഗസ്റ്റ് ഹൗസിലേക്ക് പറഞ്ഞു വിടാൻ? എനിക്ക് ഇപ്പോൾ ഉള്ള അധികാരം തന്നെയാണ് എപ്പോഴും ഉള്ളത്. അതുകൊണ്ട് ഞാനൊരു കാര്യം പറഞ്ഞേക്കാം, ഞാനിവിടെ എന്ത് പറയുന്നോ അത് നടക്കും. അതുപോലെ അനുസരിക്കാൻ പറ്റുമെങ്കിൽ അനുസരിച്ചാൽ മതി എന്നും പറയണം. അത് കേട്ടതും നടക്കില്ല, എന്തൊക്കെ സംഭവിച്ചാലും ഞാൻ സമ്മതിക്കില്ല. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, കാഞ്ചന ഇവിടെ നിന്ന് പറഞ്ഞു വിടാനാണ് ഉദ്ദേശമെങ്കിൽ അത് നടക്കില്ല. അങ്ങനെ പറഞ്ഞു കൊടുക്കും മാമി എന്നും കാഞ്ചന. ഇത് കേട്ടതും കാഞ്ചനാക്ക, നാളെ നിങ്ങൾ ഗസ്റ്റ് ഹൗസിലേക്ക് പോയേ പറ്റൂ. രഞ്ജുവിന് കൂട്ടായിട്ട് നിങ്ങളിരിക്കും. അത് ഞാൻ പറയുന്ന വാക്കാ. എന്ന് നമുക്കൊന്ന് കാണാം. ദേ അമ്മയുടെ വാക്കാണ് ഇവിടെ അവസാന വാക്ക്. നീ ആരാടി ഇതൊക്കെ പറയാൻ എന്നും വരുൺ. അതെ, വലിയവർ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ പെണ്ണുങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇടയിൽ കയറി സംസാരിക്കാൻ നാണമില്ലേ? അങ്ങ് മാറി നിൽക്കും. അപ്പോൾ രാധിക, എടി നീ എൻ്റെ മോനെ എന്താടി പറഞ്ഞേ? എന്താ നിങ്ങളുടെ മോനോട് ഞാൻ പറഞ്ഞത് തെറ്റായിപ്പോയോ? നിങ്ങളുടെ മോനും പെണ്ണാണോ? ദേ നിന്നെ ഞാൻ. അപ്പോൾ ഗീതു, വേണ്ട ഗീതു, ദേ അമ്മേ, ഇങ്ങനെ എന്തിനാ രഞ്ജുവിൻ്റെ പേരിൽ നിങ്ങൾ പരസ്പരം വഴക്കടിക്കുന്നേ? അത് നല്ലതിനല്ല. വേറൊരുത്തിയുടെ പേരും പറഞ്ഞ് ഈ കുടുംബത്തിലുള്ളവർ തമ്മിൽ ഇങ്ങനെ വഴക്കിടുന്നത് ശരിയാണോ? എന്തൊക്കെയായാലും രേഖേച്ചിയുടെ കണ്ണുനീര് കൊണ്ടാ വരുണേട്ടൻ എന്നും ഇവിടെ താമസിക്കുന്നത്. അത് കേട്ടതും അതിൻ്റെ ക്രെഡിറ്റ് എൻ്റെ അമ്മയ്ക്കാണ്. അപ്പോൾ രാധിക, അതൊക്കെ കഴിഞ്ഞു പോയ കാര്യമല്ലേ? വീണ്ടും വീണ്ടും അതിനെക്കുറിച്ച് സംസാരിക്കുന്ന എന്തിനാ? ഗീതു, കാഞ്ചനയെ ഗസ്റ്റ് ഹൗസിലേക്ക് വിടാൻ ഞാൻ സമ്മതിക്കുന്നില്ല. വേണ്ട, എന്തായാലും ഞാനിന്ന് ഗസ്റ്റ് ഹൗസിലേക്ക് പോവുക. അവിടെ ചെന്ന് അവിടെയൊക്കെ വൃത്തിയാക്കി ഇടണം. അതിനുശേഷം കാഞ്ചനയൊക്കെ പോകണോ വേണ്ടേന്ന് കണ്ണേട്ടൻ തീരുമാനിച്ചോളും. അത് കേട്ടതും രാധിക ഒന്ന് ആലോചിച്ചു. എന്നാൽ പിന്നെ നീ എന്താണെന്ന് വെച്ചാൽ
ഞാൻ അതിനേക്കാൾ കൂടുതലൊന്നും അതിനേക്കാൾ മുകളിലൊന്നും പറയുന്നില്ല എന്നും പറഞ്ഞുകൊണ്ട് രാധിക മുറിയിലേക്ക് പോയി. ഇത് കേട്ടതും ഗീതുവിന് കാര്യം പിടികിട്ടി. എനിക്കിട്ടുള്ള പണി തരാൻ വേണ്ടിയാണ് അവരങ്ങോട്ട് പോയത്. എന്തായാലും അതിനേക്കാളും വലിയൊരു പണിയാണല്ലോ ഞാൻ വെച്ചിരിക്കുന്നത്. എന്നിട്ട് ഗീതു, അതെ ഇപ്പം മനസ്സിലായില്ലേ ഈ വീട്ടിൽ ആരുടെ വാക്ക് അവസാന വാക്കെന്ന്? രാധികാമ്മയ്ക്ക് അധിക നേരമൊന്നും എൻ്റെ മുൻപിൽ ജയിക്കാൻ പറ്റില്ല സംസാരിച്ച്, അതുകൊണ്ടാണ് ശരിയെന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് പോയത്. വരുണേട്ടൻ കേട്ടല്ലോ, അതുകൊണ്ട് മിണ്ടാതെ അങ്ങ് പോകാൻ നോക്ക്, ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്തോളാം എന്നും പറയുവാണ്. ഈ സമയം വരുൺ ദേഷ്യപ്പെട്ട് അങ്ങ് ചെല്ലുക. അപ്പോഴേക്കും രാധിക ഫോണും പിടിച്ച് ആലോചിച്ചുകൊണ്ട് നിൽക്കുക. അമ്മ എന്ത് പരിപാടിയാണ് കാണിക്കുന്നത്? അമ്മ എന്തൊക്കെയാണ് തീരുമാനിക്കുന്നതെന്ന് എനിക്കൊരു പിടിയും കിട്ടുന്നില്ല. ഇത്രയും നേരം അവളെ വെല്ലുവിളിച്ചുകൊണ്ട് നിന്നിട്ട് അവസാനം ഇങ്ങനെ ചെയ്യുന്നത് ശരിയാണോ? അവളെ ഗസ്റ്റ് ഹൗസിലേക്ക് വിടണ്ട. എടാ, ഞാൻ അങ്ങനെ ചെയ്തതിലൊരു കാര്യമുണ്ട്. എന്ത് കാര്യം? എടാ, അവളിന്ന് ഗസ്റ്റ് ഹൗസിലേക്ക് പോകുന്നത് ഒറ്റയ്ക്കുള്ള അവൾക്ക് ആരെങ്കിലും കൂട്ടുവേണ്ടേ? അതിന് നമ്മൾ ഒരാളെ അങ്ങോട്ട് അയക്കുന്നു. ആരെ? വേറെ ആരെ? കിഷോറിനെ. അത് കേട്ടതും വരും, കിഷോറിനെ? അതേടാ, അവനെ അങ്ങോട്ടേക്ക് അയച്ച് ഗീതുവും കിഷോറും തമ്മിലുള്ള ബന്ധം അത് അവിഹിത ബന്ധമാണെന്ന് കോടതിക്ക് മുൻപിൽ നമ്മൾ തെളിവുണ്ടാക്കിയതിന് ശേഷം എന്തൊക്കെയാണ് സംഭവിക്കാൻ പോകുന്നതെന്ന് പിന്നെ ഞാൻ പറഞ്ഞു തരേണ്ടല്ലോ. അതുകൊണ്ടാണ് ഗീതു പോയിക്കോട്ടെ എന്ന് ഞാൻ തീരുമാനിച്ചത്. എന്തായാലും അവളിന്ന് ഗസ്റ്റ് ഹൗസിലേക്ക് പോകുന്നുണ്ടെങ്കിൽ നമ്മൾ ഉറപ്പായിട്ടും അവളെ കുടുക്കിയിരിക്കും മോനെ. അത് കേട്ടതും, അത് ശരിയാണല്ലോ അമ്മേ, ഇങ്ങനൊരു ഐഡിയ എനിക്ക് പോയില്ല. എന്തായാലും അമ്മയ്ക്ക് വേണ്ടുന്ന എല്ലാ കാര്യങ്ങളും ഞാൻ ചെയ്തു തരാം. അവനെ അവിടെ എത്തിച്ച് അത് ക്യാമറയിൽ പകർത്തുന്ന കാര്യം ഞാൻ ഏറ്റു എന്നും പറഞ്ഞ് വരുണും അത് ഏറ്റെടുക്കുകയാണ്. ഈ സമയം പിന്നീട് കാണിക്കുന്നത് ഗീതുവിനെയാണ്. അപ്പോൾ രേഖ ഗീതുവിനോട് ചോദിക്കുക, അല്ല ഗീതു, ഇത്രയും നേരം നിന്നോട് ബാധിച്ചുകൊണ്ട് വരുന്ന രാധികാമ്മ എന്താ ഇത്ര പെട്ടെന്ന് മാറിയത്? അതൊന്നും എനിക്കറിയില്ല ചേച്ചി. എന്തായാലും അവർക്കൊരു കാര്യം പിടികിട്ടി കാണും, എന്നോട് സംസാരിച്ച് ജയിക്കാൻ പറ്റില്ല എന്ന്. അതുകൊണ്ടായിരിക്കും പതുക്കെ അങ്ങ് മുങ്ങിയത് എന്നും പറഞ്ഞ് ഗീതു അങ്ങോട്ട് പോവുക. അതിനുശേഷം ഗോവിന്ദനെ വിളിക്കുകയാണ്. ഹലോ കണ്ണേട്ടാ. എന്തായി ഗീതു? കണ്ണേട്ടനിത് എവിടെയാ? നീ പേടിക്കണ്ട, നീ പറഞ്ഞ സമയത്ത് ഞാൻ അവിടെ എത്തിക്കോളാം. ഇത്രയും നേരം കണ്ണേട്ടൻ പറഞ്ഞതനുസരിച്ച് ഞാനെല്ലാം പറഞ്ഞിട്ടുണ്ട്. ഇനി എന്താ സംഭവിക്കുന്നതെന്ന് എനിക്കറിയില്ല. ഗസ്റ്റ് ഹൗസിലേക്ക് പോകാൻ എനിക്ക് നേരെ പേടിയുണ്ട്. എന്തായാലും കണ്ണേട്ടൻ പെട്ടെന്ന് എത്തില്ലേ? നീ വിഷമിക്കാതെ ഗീതു, ഞാൻ അങ്ങോട്ട് പെട്ടെന്ന് എത്തിക്കോളാം. എന്തൊക്കെയായാലും നിനക്കൊരാപത്ത് സംഭവിക്കാൻ ഞാൻ അനുവദിക്കില്ല. കൂടെ ഉണ്ടാവും ഞാൻ എപ്പോഴും. അല്ല കണ്ണേട്ടാ, എന്നാലും നല്ല പേടിയുണ്ട്. രാധികാമ്മയാ എതിരെ നിൽക്കുന്നത്. എൻ്റെ ജീവൻ വെച്ചാൽ ഞാൻ കളിക്കുന്നേ. ഒരു ദിവസം കിഷോറിൻ്റെ അടുത്ത് പെട്ടുപോയ അവസ്ഥ എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. അതുകൊണ്ട് കണ്ണേട്ടൻ പെട്ടെന്ന് വരണം. ഞാൻ പെട്ടെന്ന് വരും. എന്നെ ഒന്ന് വീഴാൻ പോലും അനുവദിക്കരുത്. അപ്പോൾ തൈലം തടകി തരാമെന്നുള്ള എൻ്റെ അവസാന ആഗ്രഹവും പോയി. എന്താ ആ ഉദ്ദേശത്തിനൊരു എന്തൊക്കെയോ ഉരുണ്ടുകളി ഉണ്ടല്ലോ. അത് കേട്ടത്, അല്ല, ഞാനൊരു പഞ്ച് ഡയലോഗ് പറഞ്ഞതാ. എന്തൊക്കെയായാലും പെട്ടെന്ന് വരുമല്ലോ അല്ലേ? വരുവടി പെണ്ണേ, എനിക്ക് എൻ്റെ കൊക്കിന് ജീവനുണ്ടെങ്കിൽ ഞാൻ അവിടെ എത്തിയിരിക്കും. എന്തിനാ കണ്ണേട്ട ഇങ്ങനെയൊക്കെ പറയുന്നേ? എനിക്കൊരാപത്ത് സംഭവിക്കില്ല എന്നുള്ള വിശ്വാസം കൊണ്ടാണ് ഗീതു, നീ ഉള്ളതുകൊണ്ട് എന്നും ഗോവിന്ദ് പറയുക. ഇത് കേട്ടതും ഗീതുവിന് ഒരുപാട് സന്തോഷമായി. എന്നാൽ ശരി കണ്ണേട്ട എന്നും പറഞ്ഞ് ഗീതു ഫോൺ കട്ട് ചെയ്തിട്ട് ആ കർട്ടനിൽ ഇങ്ങനെ ചാരി കിടന്ന് ആലോചിക്കുക. അപ്പോഴേക്ക് കാഞ്ചന, ആരെയാ കനവ് കാണുന്നേ? അത് കണ്ടതും, കാണാൻ കൊള്ളാവുന്നവരെ. അതെ, ഇത് എങ്ക ഗോവിന്ദ് മാമക്ക് തെരിയുമാ? ഗോവിന്ദ് മാമൻ്റെ എന്താ ആഗ്രഹത്തോടെ തന്നെയാണ് ഞാൻ കാണുന്നത്. മാമൻ്റെ ആഗ്രഹത്തോട് തന്നെയോ? അതെ, ഗോവിന്ദ് മാമൻ്റെ ആഗ്രഹപ്രകാരം തന്നെയാണ് ഞാൻ കനവ് കാണുന്നത്. അപ്പം മാമാവുക്കും ഇതിലെ പങ്കുണ്ടാ? പിന്നെ നിങ്ങളുടെ മാമാക്ക് ഇതിൽ നല്ല പങ്കുണ്ട്. അല്ല, കാഞ്ചനാക്ക് ഇപ്പം എന്തിനാ വന്നത്? അതെ, ഇന്ന് ചാവി രാധികാമ്മ പറഞ്ഞു ഗീതു പാപ്പാക്ക് കൊടുക്കാൻ. എന്ത് ചാവി? ഗസ്റ്റ് ഹൗസിൻ്റെ ചാവി. ഓ, അതാണോ? പിന്നെ രേഖയ എൻ്റെ കയ്യിൽ കൊണ്ടു തന്നത്. രേഖ ചേച്ചിയോ? അതെ, രേഖ പാപ്പാവാ തന്നത്. എന്നാ കൊണ്ട എന്നും പറഞ്ഞുകൊണ്ട് ഗീതു ആ താക്കോല് മേടിച്ചിട്ട് ആലോചിച്ചു. അപ്പോൾ ഞാൻ കുഴിച്ച കുഴിയിൽ രാധിക വീണു. ഇനി കിഷോറും കൂടെ വീഴണം. വരുണും കിഷോറും രാധികയും എല്ലാം ഒരു കുഴിയിൽ വീണ് കഴിഞ്ഞാൽ ഞാൻ വിചാരിച്ചതുപോലെ എല്ലാം നടക്കും. ഈ സമയം പിന്നീട് കാണിക്കുന്ന ഗോവിന്ദനെയാണ്. ഗോവിന്ദൻ്റെ അടുത്തേക്ക് അജാസ് വന്നു. സർ, എന്നാൽ നമുക്ക് പോവാം. പെട്ടെന്ന് തന്നെ പോകാം അജാസ്, പെട്ടെന്ന് വണ്ടി എടുത്തോ എന്നും പറഞ്ഞുകൊണ്ട് അവരും പോകാനായിട്ട് ഒരുങ്ങുകയാണ്. ഈ സമയം പിന്നീട് കാണിക്കുന്നത് നമ്മുടെ കിഷോറിനെയാണ്. ഒരു തോക്കെടുത്തുകൊണ്ട് കിഷോർ കണ്ണാടിക്ക് നേരെ ചൂണ്ടുക. അതിനുശേഷം അന്ന് നടന്ന സംഭവങ്ങളൊക്കെ ആലോചിക്കുകയാണ്. അന്ന് ഞാൻ ഒരുപാട് ആഗ്രഹിച്ചത് അവളെ, അന്ന് എനിക്ക് കിട്ടിയില്ല. ഇന്ന് എന്തായാലും എൻ്റെ ആഗ്രഹങ്ങളൊക്കെ സാധിച്ചതിന് ശേഷം അവളെ ഞാൻ തീർക്കും.
പിന്നെ എതിർക്കാൻ വന്ന ഗോവിന്ദും മാധവനെയും ഞാൻ തീർക്കും. അങ്ങനെ തീർത്തു കഴിഞ്ഞാൽ ആ സ്വത്തുക്കൾ മുഴുവനും എനിക്ക് സ്വന്തം എന്നൊക്കെ പറഞ്ഞ് ആലോചിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ അവർണിക വരിക. അല്ല, അവർണികയെ കണ്ടതും പെട്ടെന്ന് തന്നെ കിഷോർ ആ തോക്ക് പാൻറ്റിൻ്റെ ബാക്കിൽ ഒളിപ്പിച്ചു വെച്ചിട്ട് എന്താ അവർണിക എന്നും ചോദിക്കണം. എങ്ങോട്ടാ പോക്ക്? ഓ, കുറേ നാളായില്ലേ ഈ മുറിയിൽ തന്നെ അടഞ്ഞു കിടക്കുന്നു, അതുകൊണ്ട് പുറത്തേക്കൊക്കെ ഒന്ന് പോകാമെന്ന് കരുതി. ഇത് കേട്ടതും സൂക്ഷിക്കണം. ഞാനെന്തിനാ സൂക്ഷിക്കുന്നേ? അല്ല, അജാസ് എന്ന് പറയുന്ന ആളുടെ കയ്യിൽ നിന്ന് അടി കിട്ടിയിട്ട് ശരീരം ചതഞ്ഞിട്ട് ഇനിയും ശരിയായിട്ടില്ല, ശരിയായി വരുന്നതേ ഉള്ളൂ. അപ്പോഴേക്കും വീണ്ടും പുറത്തിറങ്ങി ഇനി തല്ല് മേടിച്ചുകൊണ്ട് വരണ്ടെന്ന് പറഞ്ഞതാ. അങ്ങനെയൊന്നും ഇനി എന്നെ ആർക്കും തല്ലാൻ കഴിയില്ല. തിരിച്ചു തല്ലാൻ എനിക്കറിയാൻ പാടില്ലാഞ്ഞിട്ടല്ല, പിന്നെ തല്ലാത്തത് എന്തുകൊണ്ടാണെന്നറിയാമോ? ഞാനും തെറ്റ് ചെയ്തിട്ടുണ്ടല്ലോ എന്ന് ഓർത്തത് കൊണ്ട് മാത്രമാണ്. അതുകൊണ്ട് എനിക്ക് തല്ലൊന്നും കിട്ടില്ല. സൂക്ഷിച്ചാൽ കൊള്ളാം. ഇനിയും ശരീരം ചതഞ്ഞ് തിരിച്ച് വീട്ടിലേക്ക് വരാനാണ് സാധ്യതയെങ്കിൽ ആരും ഉണ്ടാവില്ല തിരിഞ്ഞു നോക്കാൻ. എന്നെ ആര് നോക്കണമെന്ന് എനിക്ക് ആഗ്രഹമൊന്നുമില്ല. ഞാൻ എന്തായാലും ഇന്ന് പോകേണ്ട അടുത്തൊക്കെ പോകും എന്നും പറഞ്ഞ് കിഷോർ പോവുക. അത് കേട്ടതും അവർണിക ദേഷ്യപ്പെട്ട് ചെല്ലടാ ചെല്ല്, നിനക്ക് ഒരുക്കിയിരിക്കുന്നത് വലിയൊരു കെണിയാണ്. ആ കെണിയിൽ നീ ഇന്ന് വീഴുവടാ, ഉറപ്പായിട്ടും നീ വീഴും. നിന്നെപ്പോലുള്ള ഒരുത്തൻ ഈ ഭൂമിയിൽ തന്നെ ജീവിച്ചിരിക്കുന്നത് ഈ ഭൂമിക്ക് തന്നെ ഒരു ഭാരമാണ്. അങ്ങനെയുള്ളപ്പോൾ നീ മരിക്കുന്നതായിരിക്കും നല്ലത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ആലോചിച്ചുകൊണ്ട് നിൽക്കുകയാണ്. ഈ സമയം പിന്നീട് കാണിക്കുന്നത് ഗോവിന്ദനെയാണ്. ഗോവിന്ദും അജാസും കാറിൽ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അജാസ് ഒന്ന് പെട്ടെന്ന് വിട്. ശരി സാർ എന്നും പറഞ്ഞുകൊണ്ട് അജാസ് കാർ ഓടിക്കുകയാണ്. അപ്പോഴേക്കും ഗോവിന്ദനൊരു ഫോൺ കോൾ വരിക. ഹലോ, ഗോവിന്ദ് സാർ അല്ലേ? അതെ, സാറിൻ്റെ അമ്മയെ ഇവിടെ അഡ്മിറ്റ് ചെയ്തിട്ടുണ്ട്, ഭയങ്കര സീരിയസ് ആയിട്ട് അഡ്മിറ്റ് ചെയ്തിരിക്കുന്നത്. എൻ്റെ അമ്മയോ? രാധിക അമ്മയെന്നാണോ പറഞ്ഞത്? സോറി സാർ, പേര് പറഞ്ഞായിരുന്നു, ഞാൻ പേര് മറന്നുപോയി. പിന്നെ ഭയങ്കര സീരിയസ് ആണെന്നും അറയ്ക്കൽ AGM ഗ്രൂപ്പ് ഓഫ് കമ്പനിയുടെ ചെയർമാൻ ഗോവിന്ദ് മാധവൻ്റെ അമ്മയാണെന്നാണ് പറഞ്ഞത്. ഇത് കേട്ടതും രാധികാമ്മയാണെങ്കിൽ ഗീതു എന്നോട് പറഞ്ഞാനെ രാധികാമ്മയായിരിക്കില്ല. അപ്പോൾ ഗോവിന്ദ് അത് ആലോചിക്കുകയാണ്. നിങ്ങൾ മരിച്ചാൽ പോലും നിങ്ങൾക്ക് കൊള്ളി വയ്ക്കാൻ ഞാൻ വരില്ല എന്ന്. അപ്പോഴാണ് ഗോവിന്ദന് മനസ്സിലായത് അമ്മയുടെ വില. ഈശ്വര, ഞാൻ അവരെ കുറ്റപ്പെടുത്തിയത്, അവരെ തള്ളിപ്പറഞ്ഞതൊക്കെ മനസ്സിലെ ദേഷ്യം കൊണ്ടാണ്. പക്ഷേ എന്തെങ്കിലും സംഭവിച്ചാൽ അമ്മയായി പോയില്ലേ, ഇനി അത് രാധികാമ്മയാണോ? ആരാണെങ്കിലും എനിക്ക് സഹിക്കാൻ പറ്റില്ല എന്നും പറഞ്ഞ് ഗോവിന്ദ ആലോചിക്കുക. അപ്പോഴേക്കും അജാസ്, എന്താ സാർ, എന്തു പറ്റി? ഒന്നുമില്ല അജാസ്, എന്നാൽ നമുക്ക് പോവാം. അജാസ്, പെട്ടെന്ന് വണ്ടി ഹോസ്പിറ്റലിലേക്ക് വിട്. ഹോസ്പിറ്റലിലേക്കോ? എന്തിന്? അത് പിന്നെ അവിടേക്ക് പോകണം. നമുക്ക് പോകുന്ന വഴി ഹോസ്പിറ്റലിൽ കയറിയിട്ട് ഗീതുവിൻ്റെ അടുത്തേക്ക് പോവാം. സാറിനെ വിശ്വസിച്ചിട്ടാണ് ഗീതു മേഡം അങ്ങോട്ട് പോയിരിക്കുന്നത്. അങ്ങനെയുള്ളപ്പോൾ ഇങ്ങനൊരു കാര്യം സംഭവിക്കുന്നത് ശരിയാണോ? സാറ് ഹോസ്പിറ്റലിലേക്ക് പോയാൽ അവിടെ ഗീതു മേഡം പേടിക്കും. അങ്ങനെയൊന്നും സംഭവിക്കില്ല. ഗീതു എന്നെ വിശ്വസിച്ച് അങ്ങോട്ട് പോയിരിക്കുന്നതെന്ന് എനിക്കറിയാം. എന്തായാലും നമ്മളിപ്പോൾ ആലോചിച്ച് നിന്നിട്ട് കാര്യമില്ല, പെട്ടെന്ന് തന്നെ താൻ വണ്ടി തിരിക്കി എന്നും പറയണം. അപ്പോഴേക്കും അജാസ് ഗോവിന്ദൻ്റെ വാക്കുകൾ എതിർക്കാൻ പറ്റില്ലല്ലോ, അതുകൊണ്ട് അജാസ് കാറ് തിരിച്ചങ്ങ് പോവുക. ഈ സമയം ഗീതുവും റെഡിയായിട്ട് ഇറങ്ങി വരികയാണ്. ഗീതു റെഡിയായിട്ട് ഇറങ്ങി വന്നതും രേഖ, എന്താ ഗീതു ഇത്? നിന്നോട് ഒറ്റയ്ക്ക് പോകണ്ടെന്ന് പറഞ്ഞല്ലേ? ഞങ്ങൾ ആരെങ്കിലും വരാമെന്ന് പറയുമ്പോൾ നീ എന്തിനാ വരണ്ടെന്ന് വാശി പിടിക്കുന്നേ? എൻ്റെ ചേച്ചി, അവിടെ എന്താ പ്രശ്നം? ഇത്രയും വലിയൊരു ഗസ്റ്റ് ഹൗസിൽ നീ ഒറ്റയ്ക്ക് പോയി പണി ചെയ്യേണ്ടെന്നുള്ളതുകൊണ്ട് പറഞ്ഞതാ. അവിടെ പേടിക്കാനൊന്നുമില്ല, നമ്മുടെ സ്വന്തം ഗസ്റ്റ് ഹൗസ്. പിന്നെ ഒച്ചയിട്ടാ ഓടിക്കൂടാവുന്ന ആൾക്കാരും അടുത്തുണ്ടല്ലോ, പിന്നെ എന്തിനാ പേടിക്കുന്നത്? പേടിയാ ഗീതു, ഇന്നത്തെ കാലത്ത് ഒറ്റയ്ക്ക് എവിടെയും പോരുത്. എനിക്കൊരു പേടിയില്ല. അപ്പോൾ കാഞ്ചന, അത് തന്നെ ഗീതു പാപ്പ പറഞ്ഞത് ശരിയല്ലേ? എന്തിനാ പേടിക്കുന്നേ? അങ്ങനെയൊന്നും സംഭവിക്കില്ല. എന്ത് സംഭവിച്ചാലും ഗീതു പാപ്പ നേരിട്ടോളും. അപ്പോൾ കാഞ്ചനയ്ക്ക് വലിയ വീട്ടിലൊന്നും ഒറ്റയ്ക്ക് താമസിക്കാൻ പേടിയില്ല. എന്തിന്? ജനലും വാതിലുകളും അടച്ചാൽ നമ്മൾ സേഫ് അല്ലേ? അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് കാഞ്ചനയൊക്കെ ആ വീട്ടിൽ പോയി താമസിക്കണമെന്ന്, ഗസ്റ്റ് ഹൗസിൽ. ഞാൻ പോവില്ല. അതൊന്നും പറഞ്ഞാൽ പറ്റില്ല, പോയേ പറ്റൂ. രഞ്ജുവിൻ്റെ കൂടെ കാഞ്ചനക്കയും അവിടെ താമസിക്കണം. രഞ്ജുവിന് വേണ്ട കാര്യങ്ങളൊക്കെ കാഞ്ചനക്ക ചെയ്തു കൊടുക്കണം. അത് കേട്ടതും എന്തായാലും ഞാനവിടെ ക്ലീൻ ചെയ്തിട്ട് വരട്ടെ എന്നും പറഞ്ഞ് ഗീതു ഇറങ്ങുക. രേഖേച്ചി, ഇന്നത്തോടെ നമ്മുടെ ജീവിതം കുറച്ച് മറിയും. അതുകൊണ്ട് രേഖേച്ചി ഒന്ന് കരുതിയിരിക്കണേ. കാത്തിരുന്നോ, നമുക്ക് പഴയ പോലെയുള്ള സന്തോഷത്തിനേക്കാളും ഡബിൾ മടങ്ങ് സന്തോഷമാണ് കിട്ടാൻ പോകുന്നത് എന്നും പറഞ്ഞുകൊണ്ട് ഗീതു അങ്ങ് പോവുക. അത് കേട്ടതും രേഖ, എന്താ അവൾ ഉദ്ദേശിച്ചത്? മനസ്സിലാവുന്നില്ലല്ലോ, ഗീതു എന്തൊക്കെയാണ് പറയുന്നതെന്നൊന്നും മനസ്സിലാവുന്നില്ല എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോഴേക്കും ഗീതു പോയി സ്കൂട്ടർ എടുത്തതും വരുൺ മുകളിൽ നിന്നും നോക്കി നിൽക്കുക. അത് ഹെൽമറ്റ് ഇട്ടുകൊണ്ടിരുന്ന ഗീതു കണ്ണാടി കൂടെ വരുണിനെ കണ്ടതും ഗീതുവിന് കാര്യം പിടികിട്ടി. ഞാൻ പോകുന്നതും കാത്തിരിക്കുമല്ലേ? കാത്തു നിന്നോ മോനെ, എന്തായാലും ഇന്നത്തോടെ എല്ലാവരുടെയും കാര്യം അവസാനിക്കും എന്നും പറഞ്ഞുകൊണ്ട് ഗീതു സ്കൂട്ടറും കൊണ്ട് അങ്ങ് പോവുക. സ്കൂട്ടറും കൊണ്ട് ഗീതു പോയതും പോക്കറ്റിലിരുന്ന മൊബൈൽ വരുൺ കയ്യിലെടുത്തു. അതിനുശേഷം
ഗീതു പോയോ എന്ന് എത്തി നോക്കി. എന്നിട്ട് ആ കോള് വിളിക്കാനായിട്ട് കാതിൽ വെച്ചു. അതോടുകൂടെ എപ്പിസോഡ് അവസാനിക്കുകയാണ്. നാളത്തെ ഒരു തകർപ്പൻ വിശേഷത്തിനായിട്ട് കാത്തിരിക്കുക. കിഷോറിനോടും രാധികാമ്മയോടും ഒരുമിച്ച് പ്രതികാരം ചെയ്യാൻ ഗീതുവും ഗോവിന്ദുമെല്ലാം ഒരുമ്പിട്ടിറങ്ങുമ്പോൾ ഇനി രാധികാമ്മയ്ക്കും വരുണിനും കിഷോറിനെല്ലാം അന്ത്യമാണ്. അപ്പോൾ തീർച്ചയായിട്ടും കാത്തിരിക്കുക. നമ്മുടെ അവർണികയുടെയും ഗീതുവിൻ്റെയും തകർപ്പൻ ഫൈറ്റ് കാണാൻ റെഡിയാവുക. എല്ലാവർക്കും ഒരിക്കൽ കൂടെ നല്ലൊരു ശുഭദിനം തന്നെ ആയിക്കോട്ടെ. താങ്ക് യു ഫ്രണ്ട്സ്.